C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. അല്ല ശാരദേ, ഇത് ശാലിനിയുടെ റൂമാണെന്നല്ലേ പറഞ്ഞത്? നിങ്ങളുടെ ശാലിനി എന്താ ഷർട്ടും മുണ്ടുമാണോ ഇപ്പൊ ഇടുന്നത്? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. കുഞ്ഞേച്ചിയുടെ റൂമെന്ന് പറഞ്ഞാൽ വിഷ്ണുവേട്ടൻ വരുമ്പോഴേ ഇതേ റൂമാ യൂസ് ചെയ്യുന്നത്. ഓ, ഏട്ടൻ ചുരിദാറും സാരിയൊന്നും അല്ലാണ് ഇന്ന്. വെറുതെ ചൂടാവാതെ ശ്യാമക്കുട്ടി. എന്തെങ്കിലും ഒളിപ്പിക്കാനുണ്ടാവുമ്പോഴേ ഇങ്ങനെ ദേഷ്യമൊക്കെ വരൂ. അല്ല, ഞാൻ ആലോചിക്കുന്നതേ, ഈ റൂമില് കഷായത്തിന്റെയോ കുഴമ്പിന്റെയോ മറ്റോ ഗന്ധം ഉണ്ടെന്ന് തോന്നുന്നല്ലോ ശാരദേ. അതിപ്പോ ഓരോരോ മുറി കയറി മണം പരിശോധിച്ചാലേ ഓരോരോ മണങ്ങൾ തോന്നും. ഇങ്ങനെ കയറി ഇറങ്ങി പരിശോധിക്കുമ്പോ മൂക്കടപ്പിട്ട് വെക്കുന്നതാ നല്ലത്. ഇപ്പൊ ഇങ്ങനെ അങ്ങ് പറഞ്ഞ് കേറണ്ട ശാരദേ. മകളെ പറഞ്ഞയക്കാൻ 30 പവൻ വേണോന്ന് പറഞ്ഞ് മുന്നിൽ നിൽക്കുമ്പോ ഈ പരിഹാസവും തന്റെ ഇടമൊന്നും കണ്ടില്ലല്ലോ. അത് മനഃപൂർവ്വം കാണിക്കാത്തതാ. ഓ, ഏതായാലും ആ 30-നേക്കാൾ മൂല്യം ഈ വീടിനുണ്ടെന്ന് കണ്ടുബോധിച്ചല്ലോ. ഇനിയൊന്ന് ഇറങ്ങിയ വലിയ ഉപകാരമായിരുന്നു. അല്ല, അടുക്കള കാണുന്നില്ലേ രാജേശ്വരി? വേണമെന്നില്ല. വേണമെങ്കിൽ കാണാം. അവിടെ കുറച്ച് പഴങ്കഞ്ഞിയുള്ള ഇരിപ്പുണ്ട്. പരിഹാസം വേണ്ട ശാരദേ. ഞാൻ ഇവിടെ വന്നതൊരു സംഗതി അന്വേഷിച്ച് തന്നെയാ. ഇപ്പൊ കിട്ടിയില്ലെങ്കിലും അതെന്റെ കയ്യിൽ തന്നെ വന്ന് വീഴും. വീഴാതെ എവിടെ പോവാനാ? കിട്ടിയാലേ എന്നെ കൂടെ ഒന്ന് അറിയിക്കണേ രാജേശ്വരി. സോറി, ഷെയർ ചെയ്യാൻ താല്പര്യമില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.